ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു യാത്ര പോവാണ്. വേറെ എങ്ങോട്ടുമല്ല, മേഹമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. കുറേ നാളായി പോയിട്ട്. നമ്മളെല്ലാവരും അവസാനം പോയത് വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് തിരിച്ചു വരുമ്പോഴോ? അപ്പോൾ കുറേ നാളായി പോയിട്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ കാണാം. അത് കഴുകായിരുന്നു അല്ലേ? ആകെ ചെളി കഴുകിടണമെന്നൊക്കെ വിചാരിച്ചാൽ കാറ് കഴുകാണ്ട് ആകെ ചെളി പിടിച്ചിരിക്കുന്നു. അപ്പോൾ കഴുകാനും സമയമില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ നിൽക്കുക. സീറ്റ് ബെൽറ്റ് ഇടും. മേമയുടെ വീട് മറ്റെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കേച്ചേരിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. അപ്പോൾ ഇന്ന് മേമ ലീവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങി, ഒരു 10:00 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഇതാ പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാൻ കയറി. അങ്ങനത്തൊക്കെ വാങ്ങിയിട്ട് ഇതിപ്പോൾ വീട് എത്താറാണ് കേട്ടോ. വീടെത്തുന്ന ഞങ്ങൾ സ്ഥിരം മേമയുടെ അങ്ങോട്ട് പോകുമ്പോൾ സ്ഥിരം കയറുന്നൊരു കടയാണ്. അപ്പോൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിതാ വീട്ടിലെത്തി. ഒഴുകി ഞാൻ തിരിക്കാം. അമ്മ കയറിക്കോ. റെഡിയായാ? അയ്യോ, അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വന്നപ്പോൾ നമുക്ക് സെലിബ്രേഷൻ കോളേജിൽ, ശ്രീകൃഷ്ണ കോളേജിൽ, അപ്പോൾ അവളെ അങ്ങോട്ട് ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ആക്കാൻ പോകത്തുനിന്ന് റെഡിയായി. അടിപൊളി, സൂപ്പർ. എന്ത് സദ്യയോ? ഉണ്ട് സദ്യ, ഓണസദ്യ, പിന്നെ പൂക്കള മത്സരം. അപ്പോൾ ഈ പൂക്കള മത്സരം കൊണ്ട് വയ്യ, എനിക്ക് വയ്യ, ജലദോഷം, തുമ്മല്. സദ്യ കഴിക്കാൻ പോവാ. മാച്ചിൻ്റെ എനിക്ക്. ഹലോ ഹലോ. പാപ്പനോ പണിയുണ്ടോ? അപ്പോഴേ വരുന്നേ? ഉച്ചയ്ക്ക് വരുമോ? എന്തുകളുടെ പേര്? പേടിച്ചല്ല. ഇന്ന് മിന്നൂസിന് കോളേജിൽ സെലിബ്രേഷൻ ആണ് കേട്ടോ, ഓണ സെലിബ്രേഷൻ. അപ്പോൾ അവളെ ഒന്ന് കോളേജിലോട്ട് കൊണ്ടുവരണം. നമ്മൾ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് കരുതി പൊന്നൂസിനോടും മാളിനോടൊക്കെ വരാൻ പറഞ്ഞു. മേമയുടെ മൂത്ത ആളാണ് കേട്ടോ പൊന്നൂസ്, രണ്ടാമത്തെ ആളാണ് മിന്നൂസ്. പൊന്നൂസും ആ സെയിം കോളേജിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ മാളു എന്ന് പറയുന്നത് ഇവരുടെ പൊന്നൂസിൻ്റെ മിന്നൂസിൻ്റെയൊക്കെ പാപ്പൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളൊന്നും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവളെ കോളേജിലോട്ട് കൊണ്ടുവിടാമെന്ന് കരുതി. ഏതായാലും വണ്ടി ഓടുവാണല്ലോ, അപ്പോൾ അവരും കൂടെ പോയിട്ട് വിചാരിച്ചു. എനിക്കൊരു കമ്പനിക്ക്, അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല, കണ്ടിട്ടില്ല ശ്രീകൃഷ്ണ കോളേജ്. അപ്പം കോളേജും കൂടെ കാണല്ലോ എന്നൊക്കെ കരുതി. കഴിഞ്ഞ ആഴ്ച എന്തോ കോളേജിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം മേമയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയില്ല. പോകണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ എന്തോ ഒരു മടി പിടിച്ചു പെട്ടെന്ന്. അപ്പോൾ പിന്നെ പോയില്ല. അങ്ങനെ ഇവിടെ കൊണ്ടുവിടാനായിട്ട് പോവുക കേട്ടോ. അപ്പം നമ്മൾ കോളേജിലെത്തി. ഗ്രൗണ്ടിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഞാൻ കാർ കൊണ്ട് നിട്ടിട്ടുണ്ട്. പൊന്നൂസിന് കൂടെ വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, നിർബന്ധിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ കോളേജൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് കണ്ടിട്ട് തിരിച്ചു പോവാം കേട്ടോ. മിന്നൂസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിന്നൂസിനെ കൊണ്ടുവിടാൻ വന്നതാണ് കേട്ടോ.
അപ്പോൾ ഒരാളിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരാളിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എത്ര പേരാ നമ്മൾ? 3 പേര്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് കൊടുന്നു. ഇവിടെ ആര് കൊടുന്നു പിടിച്ചു വലിച്ച്? ഇന്നൊക്കെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നതെന്ന് തന്നെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രി ആയിരുന്നോ? യെസ്, കെമിസ്ട്രി എന്തിനടുത്തെന്ന് എനിക്കറിയില്ല. പോരല്ലോ. എന്ത് ഒരാളെ കൊണ്ടുവിടാമെന്നതാ എന്നെ. അവിടെ അത്തപ്പൂക്കൾ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും നല്ല കോലത്തിൽ എല്ലാവരും ഇവിടെ കോളേജിൽ. അത് ഞങ്ങൾ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് പൂക്കള മത്സരം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് നിങ്ങളുടെ പോകുന്ന ഞാനാരായിപ്പോ ഞങ്ങളെ പറ. ബസ്സിന് വന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പൊന്നൂസ്. ആരാധകർ ഫാൻസ്. സദ്യ ഞങ്ങൾക്ക് ഉണ്ടാവോ സദ്യ? ഇതാണ് എൻ്റെ പാപ്പന്റെ മോള്. പേര് പറയും. ശിഖ. ഞങ്ങളെല്ലാരും ഇനി വളയതാ. ഞങ്ങളെല്ലാരും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിറച്ചും പിള്ളേരാണ്. കണ്ടോ, ഫുള്ള് ഒരുങ്ങിയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിക്കണം. ഞങ്ങള് മാത്രം. ഫുഡ് കഴിക്കാൻ പോലെ കുറച്ചുണ്ട്. പറ. അപ്പൊ ദേ അവള് സദ്യ കഴിക്കാൻ പോണത് ആ ഹോളിലാണ് കേട്ടോ, ഓണസദ്യ. അപ്പൊ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. പോയി അവള് ഫുഡ് കഴിക്കാൻ പോയി. ചിക്കൻ സദ്യയാണ് കഴിക്കണം. പക്ഷെ നമുക്ക് കിട്ടൂല, അതുകൊണ്ടാണ്. ഏത് ഡാൻസ് കളിക്കാൻ പറ്റിയ സ്ഥലം, റോഡൊക്കെ. എവിടെ? ഈ റോഡിലോ? ഈ നേരെ കാണുന്നത് എന്തുവാ? ഇവിടെ ഞാൻ പ്രത്യേകം ഇടും. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അവിടെ സദ്യയൊക്കെ കഴിച്ച പതുക്കെ വരത്തുള്ളൂ. എത്ര 3 ദിവസത്തെ പരിപാടിയോ? ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു. ഇന്ന് സദ്യയാണ്. ഇന്നലെ വേറെ പാട്ടും പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മൾ വൈകുന്നേരം വരുമ്പോൾ അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അതാണ് ഹെലിപ്പാഡ്. ഇതാണ് ഞങ്ങളുടെ ഹെലിപ്പാഡ്. നല്ല പേര്. മേടിക്കാൻ വല്ലതുണ്ടോ? ഏയ് തിരിച്ചിട്ട്
തിരിച്ചിട്ട് വരണം. തിരിച്ചിട്ട് വരണം. തിരിച്ചിട്ട് കയറാം. 3 ദിവസമായിരുന്നു കേട്ടോ ഓണ സെലിബ്രേഷൻ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. ഒന്ന് ഓണസദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. അപ്പോൾ മറ്റ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ വിചാരിച്ചു. വീട്ടിൽ പോയി അവിടെ വെറുതെ ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അടുത്ത് തന്നെയാണ് കേട്ടോ വീട്, കോളേജ് വീടിനടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളിനി വീട്ടിലോട്ട് പോവാം. പ്രോയില്ലേ? ഞാൻ പ്രോയില്ലേ? ഞാൻ ഇവിടെ വരട്ടെ? ഇവിടെ കയറി വരാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശ്രീകൃഷ്ണ കോളേജിലേക്ക് വരുന്നത്. ഇതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ കോളേജിൻ്റെ മുന്നിൽ കൂടെയാണ് പോവാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് അകത്തേക്കൊക്കെ വരുന്നത്. ഞാൻ എൻ്റെ കോളേജ് ഓർത്തുപോയി. പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജിൻ്റെ മുന്നിൽ കൂടെ നടന്നപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കോളേജൊക്കെ മിസ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ചത് മാവേലിക്കര ബിഷപ്പ് കോളേജിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കോളേജൊക്കെ ഇങ്ങനെ ഓർത്തുപോയി. കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. സദ്യ മാത്രം ആയതുകൊണ്ട്. വേറെ 2 പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 മാമന്മാരുടെ മക്കളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കാണാൻ പറ്റില്ല. അവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് എങ്ങോട്ടൊക്കെ പോയേക്കായിരുന്നു. അപ്പോൾ അവരെ കാണാൻ പറ്റിയില്ല. പോട്ടെ അങ്ങട്. പൂക്കളൊക്കെ സിമ്പിളാ. തിരുവോണത്തിന് സൂപ്പറാക്കാനാ. ഇത്രയും സിമ്പിളി അവിടെ കണ്ടിട്ടില്ല. 3 പെണ്ണുങ്ങളുണ്ടായിട്ട് പൂവൊക്കെ ഉണ്ടിട്ടാ. ശരി കണ്ടോ ഞങ്ങളുടെ പൂക്കളം കണ്ടോ? ഇതാണ് പൂക്കളം. വെറൈറ്റി പൂക്കളം അവളിട്ടതാ അല്ലേ? ഇതിപ്പോ വരൂട്ടാ. സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഇങ്ങനെ പളങ്ങിട്ട് നാണം കുടുങ്ങിട്ട്. മാളുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എത്തിയതാണ്. അപ്പോൾ പിന്നെ പാപ്പനും വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ അതാ കഴിക്കാൻ പോകട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ചു. സൂപ്പറായിരുന്നു. കഴിക്കട്ടെ. വേണ്ട വയറാ മതി രണ്ടു
പൂച്ചക്കുട്ടിയുള്ളൂ. അപ്പോൾ പാപ്പൻ ഊണ് കഴിച്ചിട്ട് തിരിച്ച് ജോലിക്ക് പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ വൈകിട്ടേ വരത്തുള്ളൂ. ഉണ്ട് ഉണ്ട്. പിന്നെ ഞങ്ങളിതാ വൈകുന്നേരം വരെ ഇതാ ഉമ്മർത്തിങ്ങനെ ഇരിക്കായിരുന്നു, വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കായിരുന്നു. മേമ ലീവായതുകൊണ്ടിട്ടുണ്ട് വന്നത്. മേമയ്ക്ക് എല്ലാ ദിവസവും എനിക്ക് പോകണം. അപ്പോൾ മേമ കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു ദിവസം മേമ ലീവായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചു വരണമെന്ന്, പക്ഷേ നടന്നില്ല. എന്തോ ഒരു മടിയായി. അപ്പം ഞങ്ങളിതാ ഇന്ന് മേമ ലീവ് എടുത്തപ്പോൾ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഡേ പയ്യൻ, കുറേ പൂച്ചകളുണ്ടായിരുന്നു മേമയുടെ വീട്ടിൽ. ഇപ്പം ആകെ ഈ പറഞ്ഞല്ലോ കേട്ടോ, ഇതൊരു ആൺപൂച്ചയാണ്. അപ്പം അടുത്തുള്ള വേറെ ആൺപൂച്ചകളൊക്കെ വന്ന് ഇതിനെ ആക്രമിക്കുന്ന കാരണം പേടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അമ്മയ്ക്ക് അട വേണം പോലും. അമ്മയ്ക്ക് ഇലയട കഴിക്കാൻ കൊതിയാട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയട. അമ്മയ്ക്കും അനിയനും രമേശിനും ഭയങ്കര ഇഷ്ടമാണ് അടയൊക്കെ. അപ്പം അമ്മയ്ക്ക് അട കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മേമ അത് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അടുപ്പത്ത് ചട്ടിയിൽ ചോറും അപ്പോഴതിന് ടേസ്റ്റ്. ചുട്ടട കേട്ടോ, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതിൽ മധുരം ചേർക്കാത്ത അടയാണ് എനിക്കിഷ്ടം. അത് കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും. പാർത്തനെ കൊണ്ട് പണിയിടിച്ച് തിന്നാൻ പോയിക്കോളൂ. ചുട്ടട എന്താടോ? എന്താ നമ്മ നേരത്തെ ഉണ്ട് വീട്ടില്. എന്താ അവളെപ്പോഴാ വരുന്ന മിന്നൂസ്? ഒന്നും കൂടെ ഓക്കെ. എന്ത് കാണിക്കുന്നു? നേരെ ചെയ്യേ. അവൾ അവിടെ ഇരുന്നൊരു പാട്ട് പാടിട്ടോ. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നും കൂടെ പാടാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ചമ്മലായി. ഇത് സ്നാപ്ചാറ്റിൽ അവളുടെ പരിപാടിയാണ് കേട്ടോ. എവിടെ കണ്ടോണ്ടിരിക്കണേ? കാപ്പി കുടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുക. മേമ കാപ്പി ഇടുന്നുണ്ട്. ഇലയട, ചുട്ട ഇലയട, ശർക്കരയൊക്കെ ഇട്ട് ചുട്ട ഇലയട കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ചുമ്മാതാട്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇട്ടുണ്ടാക്കും. അങ്ങനെ കാപ്പി കുടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അട എങ്ങനെയുണ്ട് അട? അതാ ഞങ്ങൾ കാപ്പി കുടിക്കാൻ കേട്ടോ. രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതാണ് ഇലയുടെയൊക്കെ. അപ്പം ഞാൻ കഴിക്കുകയാണെങ്കിൽ തന്നെ മധുരം ഇടാത്തതാണ് കഴിക്കാറ്. ഇത് നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതൊക്കെ കൂട്ടി കാപ്പിയൊക്കെ കുടിച്ചു. ഇവരെല്ലാവരും ചായ കുടിക്കും. തെങ്കാശിപ്പട്ടണം. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിലെത്താമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് മിന്നൂസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൾ എത്താൻ ലേറ്റാവും. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിരുന്നാൽ പിന്നെ വൈകും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിത് വാങ്ങിക്കൊണ്ടുവന്ന സ്നാക്സൊക്കെ ജസ്റ്റ് ഒന്ന് പണി പാളിയെന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ കളിയാക്കായിരുന്നു. അതുകൊണ്ടാണ് അമ്മ അട മതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ തന്നെ പാപ്പനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ടാറ്റാ.